ആസ്ട്രോദീപം ചാനലിലേക്ക് സ്വാഗതം. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിച്ചതിലൂടെ അതിഗംഭീര നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ലഭ്യമാകുന്ന നാളുകാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ആർക്കാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പേരും നാളും ജനന തീയതി അറിയാമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തുന്ന പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഗ്രഹങ്ങളുടെ രാജാവായിട്ടാണ് സൂര്യനെ വിശേഷിപ്പിക്കുന്നത്. മാത്രവുമല്ല, നവഗ്രഹങ്ങളിൽ തന്നെ സൂര്യന് പ്രത്യേക സ്ഥാനവുമുണ്ട്. കാരണം സൂര്യനെ ആത്മാവ്, നേതൃത്വശേഷി, പ്രശസ്തി, ആത്മവിശ്വാസം, പിതാവ്, അധികാരം, വ്യക്തിത്വം എന്നിവയുടെയൊക്കെ കാരകനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ജാതകവശാൽ സൂര്യൻ ശക്തമായ ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് തീരുമാനശേഷി, ഉത്തരവാദിത്വ ബോധം, ആത്മവിശ്വാസം, നേതൃത്വ പാഠവും അധികാര സ്ഥാനത്തേക്ക് ഉയരാനുള്ള കഴിവുകൾ എന്നിവയൊക്കെ ശക്തമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ രാശിമാറ്റത്തെ വളരെയധികം പ്രാധാന്യത്തോടു കൂടെയാണ് ജ്യോതിഷത്തിൽ നോക്കിക്കാണുന്നത്. നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സൂര്യൻ 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച ചിങ്ങം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചിങ്ങം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ സ്വന്തം ക്ഷേത്രമാണ്. ഒരു ഗ്രഹം തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബലവാനായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഇവിടെ ബലവാനായിട്ടാണ് ചിങ്ങം രാശിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഈ ഒരു രാശിമാറ്റം എല്ലാ വ്യക്തികളെയും പല വിധത്തിൽ സ്വാധീനിക്കുമെങ്കിലും ചില രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായ ജീവിതമായിരിക്കും ലഭ്യമാവുക. ഇപ്രകാരം സൂര്യൻ്റെ ചിങ്ങം രാശി സംക്രമണത്തിലൂടെ ഒരു രാജാവിനെ പോലെ വാഴാൻ സാധിക്കുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ചേർന്ന് മേടക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ്റെ രാശിമാറ്റത്തിലൂടെ മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ 5ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. സൃഷ്ടിപരമായ കഴിവുകൾ വർദ്ധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആത്മവിശ്വാസവും ബുദ്ധിശക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭ്യമാകും. കല, സാഹിത്യം, അധ്യാപനം, മാനേജ്മെൻറ്റ് തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങൾ ലഭ്യമാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ പുതിയ അറിവുകൾ നേടുന്നതിനുള്ള താല്പര്യവും വർദ്ധിക്കുന്നതാണ്. ഇൻ്റർവ്യൂ, പൊതുപരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് മികച്ച ഒരു കരിയറിലേക്ക് കടക്കാനും സാധ്യമാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയിലൊക്കെ നേട്ടങ്ങൾ ലഭിക്കാം. PSC എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും നിയമനാനുമതി ലഭ്യമാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യമാകും. വീട്, വാഹനം, ഭൂമി എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയം ലാഭകരമായി നടന്നു കിട്ടും. കുറേ നാളുകളായി നടക്കാതിരുന്ന പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ സബലീകരണം സാധ്യമാകും. അമ്മയുമായിട്ടുള്ള ആത്മബന്ധം വർദ്ധിക്കും. അമ്മയുടെ ഭാഗത്തു നിന്നും സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളോ തടസ്സങ്ങളോ ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറുന്നതാണ്. പൂർവ്വ പുണ്യത്തിൻ്റെ ഫലമായി പല അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട അവസരങ്ങളും ലഭ്യമാകും. വിദേശ യാത്രകൾ സാധ്യമാകും. തൊഴിൽപരമായിട്ടോ അല്ലാതെയൊക്കെ വിദേശത്ത് പോകാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ നടന്നു കിട്ടും. ധനം കൈകളിൽ എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ ജീവിത നിലവാരവും ഉയരും. കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭ്യമാകുന്നതാണ്. വീട്, വാഹനം എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അത്തരം ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ്. ആരോഗ്യവും മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കാൻ സാധ്യമാകും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യം വന്നു നിറയുന്നതാണ്. ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ്റെ രാശിമാറ്റത്തിലൂടെ ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ 4ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുന്നതാണ്. അത് കുടുംബ ബന്ധങ്ങൾക്കിടയിലാണെങ്കിലും കരിയർ മേഖലയിലുമൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അതിലൂടെ മികച്ച വിജയങ്ങൾ കൈവരിക്കാനും സാധ്യമാകും.
സർക്കാർ കാര്യങ്ങൾ അനുകൂലത്തിൽ വന്നു ചേരും. PSC എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെൻറ്റിൽ നിന്നും നിയമന അനുമതി ലഭ്യമാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ആത്മവിശ്വാസവും സ്വന്തം കഴിവിൽ വിശ്വാസവും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരും. വീട്, വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നടന്നു കിട്ടും. ജീവിതത്തിൽ സ്വന്തം വീടും സ്ഥിരതയും നേടാനുള്ള ശ്രമം ഫലവത്തായി തീരുന്നതാണ്. നിലവിൽ ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും എത്രയും വേഗം പണി പൂർത്തിയാക്കി താമസിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പഴയ ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മോടി പിടിപ്പിക്കാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. എല്ലാ തരത്തിലും സന്തോഷം വന്നു ചേരും. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം ആദ്യ പാദം ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ്റെ രാശിമാറ്റത്തിലൂടെ ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആത്മവിശ്വാസവും നേതൃത്വശേഷിയും വർദ്ധിക്കുന്നതാണ്. അതിലൂടെ കരിയർ മേഖലകളിലും ബിസിനസ് രംഗങ്ങളിലുമൊക്കെ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരും. പുതിയ ജോലിക്ക് പരിശ്രമിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിലേക്ക് കടക്കാൻ സാധിക്കും. ബിസിനസ് സംരംഭങ്ങളൊക്കെ വളരെയധികം എനർജറ്റിക്കായി പ്രവർത്തിക്കുന്നതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാനും അംഗീകാരം നേടാനുമുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും. ചലച്ചിത്രം, സാഹിത്യം, രാഷ്ട്രീയം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള ശക്തിയും മനോഭാവവും വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധ്യമാകും. കുറേ നാളുകളായി നടക്കില്ല എന്ന് മാറ്റിവെച്ച പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ലക്ഷ്യം നേടും. പണം ധാരാളമായി കൈകളിൽ എത്തിച്ചേരും. അതിലൂടെ ജീവിത നിലവാരവും ഉയരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സർക്കാർ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവ ലഭ്യമാകും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുകയും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളും മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതാണ്. വൃശ്ചികക്കൂറ് വിശാഖം അവസാന 15 നാഴിക, അനിഴം, തൃക്കേട്ട ചേർന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ്റെ അനുഗ്രഹത്തിലൂടെ മികച്ച ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിങ്ങളുടെ രാശിയുടെ 10ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഭാഗ്യത്തിൻ്റെ പിന്തുണയോടുകൂടി ഏറ്റെടുക്കുന്ന മേഖലകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. കല, രാഷ്ട്രീയം, സാഹിത്യം എന്നീ മേഖലകളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതിനും അതിലൂടെ മികച്ച അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ ഈ സമയം താല്പര്യം വർദ്ധിക്കുന്നതാണ്. ആത്മീയ യാത്രകൾക്കായി ധാരാളം സമയം കണ്ടെത്താനും ശ്രമിക്കുന്നതാണ്. വിദേശയാത്രകൾ വന്നു ചേരും. തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഒക്കെ വിദേശത്ത് പോകാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ നടന്നു കിട്ടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ, പൊതുപരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. വിദേശത്ത് പോയി പഠിക്കാനായി പരിശ്രമിക്കുന്നവർക്കും അത്തരം അവസരങ്ങൾ ലഭ്യമാകും. പുതിയ ഗവേഷണങ്ങളിലൂടെയൊക്കെ മികച്ച അംഗീകാരങ്ങളും അവരെ തേടി വരുന്നതാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ, പൊതുപരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിലൂടെ ഉയർന്ന ജോലിയിലേക്ക് കടക്കാനും സാധ്യമാകും. കുറേ നാളുകളായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലം ഈ സമയം ലഭിക്കുന്നതാണ്. വീട്, വാഹനം എന്നിവയൊക്കെ വാങ്ങാനൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി വാങ്ങാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. പിതാവിൽ നിന്നും ഗുരുതുല്യരായവരിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും ഐശ്വര്യവും നിറയുന്നതാണ്. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ചേർന്ന് ധനുക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ്റെ രാശിമാറ്റത്തിലൂടെ മികച്ച ഭാഗ്യങ്ങൾ വന്നു ചേരും. കാരണം നിങ്ങളുടെ രാശിയുടെ 9ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. സ്വന്തം കഴിവിലൂടെയും പരിശ്രമത്തിലൂടെയും മികച്ച വിജയങ്ങൾ കൈവരിക്കും. കരിയർ, ബിസിനസ് മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ വന്നു ചേരും. പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി മികച്ച ഒരു കരിയറിലേക്ക് കടക്കാൻ സാധിക്കും. പിതാവിൽ നിന്നോ ഗുരുതുല്യരായവരിൽ നിന്നോ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്.
സമൂഹത്തിലെ പ്രശസ്ത വ്യക്തികളെ പരിചയപ്പെടാൻ സാധിക്കുന്നതാണ്. അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനും അറിവിനുമുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ സാധ്യമാകും. വിദേശ യാത്രകൾ വന്നു ചേരുന്നതാണ്. തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന ആവശ്യങ്ങൾക്കൊക്കെ യാത്രകൾ വേണ്ടി വന്നേക്കാം. അവയൊക്കെ തന്നെ ഗുണകരമായി തീരും. ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തയിലുമൊക്കെ താല്പര്യം വർദ്ധിക്കുന്നതാണ്. അത്തരം മേഖലകളിലേക്ക് പഠിക്കുന്നതിനും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനുമൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ്. സമൂഹത്തിലും സ്വന്തം ആശയങ്ങളും വിശ്വാസങ്ങളും കൊണ്ട് ശ്രദ്ധ നേടാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കും. കുടുംബ ബന്ധങ്ങൾക്കിടയിലും സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. ധനം കൈകളിൽ എത്തിച്ചേരുന്നതിലൂടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതാണ്. പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. കുംഭക്കൂറ്, അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ 45 നാഴിക ചേർന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരും. കാരണം നിങ്ങളുടെ രാശിയുടെ 7ാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. വ്യക്തിത്വം വികസിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അധികാര സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നതാണ്. മാത്രവുമല്ല, തൊഴിൽ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലുമൊക്കെ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. പുതിയതായി ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പൊതുജനങ്ങളുമായി ഇടപെടുന്ന ജോലിയിൽ ശ്രദ്ധ നേടാൻ സാധിക്കും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ സമൂഹത്തിൽ നിന്നും പ്രശംസകൾ ഏറ്റുവാങ്ങാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലൂടെ മികച്ച ജോലിയിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകും. പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരും. നിലവിൽ ദമ്പതിമാരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. പങ്കാളിയുടെ സഹായത്തോടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യം വന്നു ചേരുന്നതാണ്. എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ സൂര്യഭഗവാനെ നോക്കി സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരും. ജ്യോതിഷപരമായ ധാരാളം വീഡിയോകൾ ഇതുപോലെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ. ലിങ്ക് പിൻ ചെയ്തേക്കാം. എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നന്ദി, നമസ്കാരം.